ഇത് നമ്മുടെ ഏത്തവാഴ കൃഷിത്തോട്ടമാണ്. കൊലത്തി വരുന്ന ഓണത്തിനൊന്നും എടുക്കാൻ പറ്റില്ല, ഓണമൊക്കെ കഴിയും. വളരെ ചെറിയ കൊലയായിട്ടാണ് തോന്നുന്നത്. കാരണം ഉണക്കുകാലത്ത് വെച്ചതാ, 5 മാസത്തോളം മഴയില്ലായിരുന്നു. അങ്ങനെ കല്ലിച്ചു പോയി വാഴ. പക്ഷേ ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ലാതൊക്കെ കിട്ടി. പകുതി പോലും കൊലച്ചില്ല. പിന്നെ അതിൻ്റെ കൂടെ റോബസ്റ്റ വാഴ കിട്ടിയായിരുന്നു. അതിൻ്റെ ഇതാണ്, അത് കൊലച്ച് വരികയാണ്. റോബസ്റ്റ അങ്ങനെ ആദ്യമായിട്ടാണ് റോബസ്റ്റയുടെ കൃഷി. റോബസ്റ്റയാണ് നമ്മുടെ കൃഷിത്തോട്ടമാണ്. എന്താ കാണുന്നില്ല, നോട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഇത് വാഴയുടെ കുഴി എടുത്തപ്പം മുതൽ വിത്ത് നട്ട് വളം ചെയ്ത് എല്ലാ പണിയും ചെയ്ത് ഞാൻ മാത്രമാണ്. ആദ്യമായിട്ടുള്ള ഇത്രയുള്ള കൃഷി ആദ്യമായിട്ടാണ്. പണ്ടൊക്കെ 1-2 വാഴ 10 വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും കൃഷി ചെയ്തിട്ട് ആദ്യമായിട്ടാണ്. ഒപ്പം വെച്ച വാഴകളൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല, കൊലയൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം ഞാലിപ്പൂവനാണ്, ഞാലിപ്പൂവൻ. ഈ സൈഡെല്ലാം നിൽക്കുന്ന ഞാലിപ്പൂവൻ. ഇതെല്ലാം ഏത്തവാഴയാണ്. കാറ്റടിച്ച് പോയില്ലെങ്കിൽ കൊലയ്ക്കുമായിരിക്കും. ഞാൻ കാണിച്ചത് സ്വന്തമായിട്ട് കൃഷി ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും കൃഷി ചെയ്യണം. കൂലിക്കാരെ ഒന്നും നിർത്തിയിട്ട് നിങ്ങൾക്ക് മുതലാവില്ല. സ്വന്തമായിട്ട് 10 വാഴ കുഴിച്ചു വെച്ചാൽ വിഷമില്ലാത്ത കൃഷി. ആവശ്യത്തിനെല്ലാം വെക്കാം. ഇതിടയ്ക്ക് വാഴക്കൊല വെട്ടുമ്പോൾ ചേമ്പും കിട്ടും, ചേമ്പിൻ്റെ കൂടെ ചേനയും കിട്ടും. എല്ലാ കൃഷിയും സമ്മിശ്രമായിട്ടാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം കിട്ടും. എല്ലാവരും കൃഷിയിലേക്ക് തിരിയണം. പന്നി കയറുമെന്ന് പേടിച്ചാൽ ഒന്നും നടക്കില്ല. എല്ലാവരും കൂടെ കൃഷി ചെയ്യുവാണെങ്കിൽ പന്നിയൊന്നും വരില്ല. ഇതൊരാൾ കൃഷി ചെയ്യും, മറ്റുള്ളവരെല്ലാം അനങ്ങാതിരിക്കും, കാട് കയറി മൂടിക്കിടക്കും. വേണ്ടോ, ഇത് 2 ആഴ്ചത്തെ ഇതാണ്, പുല്ല. പാവൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കഴിഞ്ഞു. അതൊക്കെ നോക്കട്ടെ. ഞാലിപ്പൂവനൊക്കെ കുലച്ച് വരുന്നതേ ഉള്ളൂ, കുടം വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് കൃഷി.